വിഭാഗീയതയെ തുടർന്ന് CPM ഭവന പദ്ധതി അവതാളത്തിലായ സംഭവം വാർത്തയായതിനു പിന്നാലെ പകപോക്കലുമായി CPM നേതൃത്വം. അമ്പലപ്പുഴ തോട്ടപ്പള്ളിയിൽ 3 സഹോദരങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് അവതാളത്തിലായത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വീട് നിർമ്മിച്ചു നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞിരുന്നു. എന്നാൽ വീട് നിർമ്മാണം ആരംഭിക്കും മുന്നേ സഹോദരങ്ങളുടെ മാതൃ സഹോദരനെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് പാർട്ടി ചെയ്തത്. നമസ്കാരം സുധീഷാണ്, ജനം ടിവിയിലെ. ഞാൻ വിളിച്ചത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തായിരുന്നു. നമ്മളെ തോട്ടപ്പള്ളിയിൽ ഒരു വീട് നിർമ്മിക്കാനേ പണ്ട് നാസർ സാഹബ് ആ തറക്കല്ലിടിയിലൊക്കെ നടത്തി, അത് പിന്നെ മുന്നോട്ട് നീങ്ങിയില്ല. അപ്പൊ അതിന്റെ ഒരു സാഹചര്യം അവരിപ്പോഴും പല വീടുകളിൽ കഴിയുക. യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യണമെന്നുള്ളൊരു അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഉടനെ തുടങ്ങും ഇല്ലേ? ഓക്കെ സാർ, ഓക്കെ. വാർത്തയുടെ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഈ വിഭാഗീയതയുടെ ഭാഗമായാണ് ഈ ഭവന പദ്ധതിയൊക്കെ അവതാളത്തിലായ ഒരു സാഹചര്യം ഉണ്ടായത്. അത് നമ്മൾ വാർത്ത നൽകിയിരുന്നു. അതിന്റെ തൊട്ട് പിന്നാലെ പകപോക്കലുമായി CPM രംഗത്തെത്തിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ CPMന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി എന്താണ്? നീലിമ, ഇത് CPMന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം ഭവന പദ്ധതികൾ, അതായത് ഓരോ പഞ്ചായത്തിലും നിർദ്ധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിന്, അതിൽ ഏറ്റവും ഭവനമില്ലാതെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളിൽ ഒരു കുടുംബത്തെ തെരഞ്ഞെടുത്ത് വീട് നിർമ്മിച്ച് നൽകാൻ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തോട്ടപ്പള്ളിയിൽ വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചത് മാതാപിതാക്കൾ മരിച്ച 3 സഹോദരങ്ങളുള്ള ഒരു കുടുംബത്തിനായിരുന്നു. എന്നാൽ ഈ കുടുംബത്തിനുള്ള വീട് നിർമ്മിച്ച് നൽകാനുള്ള നടപടികൾ ആരംഭിച്ച ശേഷം CPMലെ വിഭാഗീയതയുടെ പേരിൽ ആ നിർമ്മാണം പാതി വഴി എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല. അതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ പൂർണ്ണമായും നിലച്ച ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇത് സംബന്ധിച്ച് ജനം TV വാർത്ത നൽകിയിരുന്നു. നമ്മൾ മാത്രമാണ് വാർത്ത നൽകിയത്. ഇതേ തുടർന്ന് ജില്ലാ സെക്രട്ടറി ഈ വാർത്ത ശ്രദ്ധിക്കുകയും ഇത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ വീടിന്റെ നിർമ്മാണം പുനരാരംഭിക്കാനുള്ള നടപടികൾ എടുക്കും എന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു കാരണവശാലും ഈ നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അതേസമയം ഈ കുടുംബത്തിലെ, ഇത് മാതാപിതാക്കൾ മരിച്ച 3 സഹോദരങ്ങളുടെ കുടുംബമാണ്. ആ സഹോദരങ്ങളുടെ മാതൃ സഹോദരനെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായ കൊച്ചുമോനാണ് മാതൃ സഹോദരൻ. ആ മാതൃ സഹോദരനെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റാനുള്ള നടപടിയാണ് CPM സ്വീകരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്, ഒരു പാർട്ടി സമ്മേളനം നടക്കുന്ന കാലയളവിൽ ഒരു സമ്മേളനത്തിലൂടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ തെരഞ്ഞെടുത്താൽ ആ ആളെ മാറ്റണമെങ്കിൽ ഒന്നുകിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പരാതി ഉണ്ടാവുക, ഇല്ലെങ്കിൽ പാർട്ടിയുടെ കൃത്യമായ ഒരു സമര പരിപാടി അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം ഒരു പാർട്ടി മെമ്പറിൽ നിന്നുണ്ടായാൽ അത്തരം ആൾക്കാർക്കെതിരെയാണ് നടപടി സ്വീകരിക്കാൻ പാർട്ടി ഭരണഘടന അനുസരിച്ച് നിർദ്ദേശിക്കുന്നത്. എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ ബ്രാഞ്ച് സെക്രട്ടറി അറിയുക പോലും ചെയ്യാതെ ഈ ബ്രാഞ്ച് സെക്രട്ടറി അടിയന്തരമായി ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് ഒരു ബ്രാഞ്ച് സമ്മേളനം, ഒരു ബ്രാഞ്ച് കമ്മിറ്റി വിളിച്ചു കൂട്ടുക. ആ ബ്രാഞ്ച് കമ്മിറ്റി കൂടുന്ന കാര്യം ഈ ബ്രാഞ്ച് സെക്രട്ടറി പോലും അറിയാതെ 3 പേര് മാത്രമാണ് ആ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും പങ്കെടുത്തത്. അത്തരത്തിൽ കൂടിക്കൊണ്ട് ഈ ബ്രാഞ്ച് സെക്രട്ടറിയെ മാറ്റുന്ന ഒരു നടപടിയിലേക്കാണ് പാർട്ടി പോയത്. ഇത് വലിയ പകപോക്കലാണ്. അതിലുപരി ഈ വിഷയം വാർത്തയായതിലുള്ള കടുത്ത പ്രതികാര നടപടിയായിട്ടാണ് ഇതിനെ വിലയിരുത്താൻ സാധിക്കുന്നത്. അതേസമയം ഇതുവരെയും ഈ വീടിന്റെ നിർമ്മാണം പുനരാരംഭിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് ആലപ്പുഴയിലെ വിഭാഗീയത ഏതെല്ലാം തലത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ സുധീഷ് ഗോപാൽ റിപ്പോർട്ട് ചെയ്തത്.